ഇത് എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേത്? അരിക്കലത്തിൽ നീ ഇല്ലാത്ത സമയത്ത് ആ പെണ്ണ് വന്നത് തുറക്കൂലേ? ഇത് എവിടെ കൊണ്ട് വെക്ക്? ഈ അമ്മയെങ്ങാനും പൊന്തിച്ച് അതിന്റെ ഡീല് വെച്ചാലോ? എന്താ നീ കാണുന്നത്? മടിക്കുത്തില് എത്ര ദിവസം? ഒരു ദിവസം വെച്ചാൽ മതിയോ? പിന്നെ ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കണ്ടേ? ഒരു കാര്യം ചെയ്യേ, ഉത്തരത്തിന്റെ മുകളിൽ വെച്ചാലാ? ഉത്തരത്തിന്റെ മുകളിൽ വെക്കാം. ചോദിച്ചോണ്ട് വരുമ്പോ അങ്ങോട്ട് പോയി എവിടെയെങ്കിലും പോയി. ഇതിപ്പോ ഓടുന്ന കാര്യം ഇത് നന്നെ ഇഞ്ഞു പോവാന്നുള്ളതാണ് ഇപ്പൊ എനിക്ക്. അല്ല ശീതളേട്ടാ, ഇതിപ്പോ അങ്ങോട്ട് വെച്ചാലേ നിങ്ങളില്ലാത്തപ്പോ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. നിനക്ക് കയറാൻ പറ്റുമോ? ആവശ്യം പറഞ്ഞാൽ ഈ മാറാല തോണ്ടി കളയണം, മാറാല തോണ്ടി കളയണം എന്നാണ്. എന്ത് കാർഡ് വെച്ചില്ല, ഒന്നും നടക്കണ കാര്യമല്ല. ഒന്ന് പിടിച്ചടി. ഞാനങ്ങോട്ട് നീങ്ങാത്ത ഓർമ്മയുള്ളൂ. ദേ അമ്മേ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ആ കാർഡ് ഇങ്ങോട്ട് ഉണ്ടാ. നീ ജോലിക്ക് വെക്കോ, കാർഡ് തരില്ല കുട്ടി. എന്റെ മോളേതാ ഈ കാർഡ്, ഈ മഞ്ഞ കാർഡ് കൊടുത്താൽ നമുക്ക് പ്രതിമാസം 28 കിലോ അരി കിട്ടും, 7 കിലോ ഗോതമ്പ് കിട്ടും. ഇതെങ്ങാനും മാറ്റിട്ട് നീ ആ വെള്ള കാർഡ് ആക്കി നോക്കിയേ, 3 കിലോ അരിയാണ് കിട്ടുക. അതിന് നമ്മള് 20 എത്ര രൂപ? 8 രൂപ 90 പൈസ അങ്ങോട്ട് കൊടുക്കും വേണം. നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? എന്റെ പൊന്നച്ച, ഈ അരിയുടെ കണക്കും പറഞ്ഞോണ്ട് നിന്നാ എനിക്ക് ശമ്പളം കിട്ടൂലെന്ന്. നീ ഇങ്ങനെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. ഇത്ര നാളായല്ല. അമ്മേ, ഈ പൈസ കൊണ്ട് ഒരു അരി മേടിക്ക്, അല്ലെങ്കിൽ ഇത്തിരി പച്ചക്കറി മേടിക്ക്. ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ മോള്? ഇതാ ഇവിടുത്തെ കുഴപ്പം. ഇവിടെ എന്ത് ചെയ്താലേ വെള്ളത്തിൽ വരയ്ക്കണ വര പോലെ ഒന്നും കാണൂല. നീ എന്ത് ചെയ്തെന്നീ പറയണേ? ഒരു പണിക്കും പോകാത്ത അമ്മയുടെ മോനെ ഞാൻ പൊന്നുപോലെ നോക്കണില്ലേ? അത് തന്നെ പോരെ. അങ്ങനെ നിനക്ക് എന്ന് ജോലി കിട്ടിയോ അന്ന് അവന്റെ പണി മുടങ്ങി. ആ പണിക്ക് പോകാത്ത ആരുടെ കുറ്റം കൊണ്ടാ? അച്ഛൻ പറഞ്ഞു വിടണം അങ്ങോട്ട്. നീ ഇതാലോചിച്ചിട്ടടി, അല്ലാതെ എങ്ങനെയാ? പെണ്ണുങ്ങൾ നന്നാവണം, ആണുങ്ങൾ പുറത്തു പോയി പണിയെടുക്കണമെങ്കിൽ. എന്റെ അച്ഛനെ പറഞ്ഞാ മതി. ഒന്നും ആലോചിക്കാതെ ഈ നരകത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടില്ലേ? എന്താടി ഈ വീടിനൊരു കുഴപ്പം? എന്ത് കുറവുണ്ട് നിനക്കൊക്കെ? ഇപ്പഴും നിന്റെ കൊച്ചു കിടന്ന് കരയുമ്പോഴത്തേന് ഈ മനുഷ്യന് ഓടണം പാലിനും പഴത്തിനും. കൊടുത്തത് വിളിച്ചു പറയല്ലേ ശ്യാമളെ, അവളുടെ പോലെ. എന്റെ ഗതികേട് എന്റെ മോക്ക് ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാ അവൾക്ക് വേണ്ടി എല്ലാ പൈസയും ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കണം. അങ്ങനെ കൊറേ മാറ്റി വെച്ചവനാ ഞാനും. ദേ അമ്മേ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ആ കാർഡ് ഇങ്ങോട്ട് വന്നേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇത് തരില്ലാന്ന്, പിന്നെ ഇത് ചോദിച്ചിട്ട് നിക്കണേ എന്തിനാ? എനിക്ക് എന്റെ ശമ്പളം മേടിക്കണോന്ന്. വേണ്ട, മേടിക്കണ്ട. അച്ഛൻ തരാൻ പറയാ. അച്ഛൻ പറയേ. കൊടുക്കില്ല. ശീതളേട്ടൻ എന്നെ നോക്കണ്ട, ഞാൻ കൊടുക്കില്ല. ആകെയുള്ള അത്താണിയത്. രണ്ടുപേരും ഇവിടെ നിന്നോ, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ശീതളേട്ടൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കി. അങ്ങോട്ട് കൊടുക്കടി. എന്തിനാ അതും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കണത്? നശിക്കണമെങ്കിൽ അങ്ങനെ നശിക്കട്ടെ. ആകെ കൂടി 4 മണി അരി മേടിക്കാനുള്ള ഒരു സഹായ, അതും പോട്ടെ. സൂപ്പറായി. നീ എന്താണ് അവിടെ കിടന്ന് ഒച്ചെടുക്കണ? പോകാറായില്ലേ? നിങ്ങളിവിടെ പ്ലെയിനും പറപ്പിച്ചോണ്ടിരുന്നോ? എന്താടി മണ്ടു? അല്ല, ശമ്പളം മേടിക്കണോ? പിന്നെ ശമ്പളം മേടിക്കാതെ കുടുംബത്തെ കാര്യങ്ങൾ നടക്കോ? ആ ശമ്പളം മേടിക്കണമെങ്കിൽ ആ കാർഡ് വേണം, ഇങ്ങോട്ട് തരാൻ പറയും. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛനെ അരിക്കണക്കൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട്. ആ അച്ഛൻ പറയണേലും കാര്യമുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലല്ലേ ഇവിടെ? ആ കാർഡെങ്കിലും ഒന്ന് ചോദിച്ചു മേടിക്കാൻ പാടില്ലേ? നീ വെറുതെ തോന്നിയാസം പറയല്ലേ? നീ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ കുടുംബത്തെ പണിയൊക്കെ നീയാ ചെയ്യണ, ഞാനല്ലേ ചെയ്യണ? നിങ്ങൾ ഇവിടെ എന്ത് പണിയാ ചെയ്യണം? ഒരു പണി പറയാമോ? ഒരു പണി. കുഞ്ഞിനെ നോക്കണണ്ട? കുഞ്ഞിനെ നിങ്ങള് എന്തേ? ആ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ തള്ളയുള്ളതുകൊണ്ട് കൊള്ളാം. തള്ള ചെയ്യണ ഞാൻ കണ്ടുപഠിക്കാണ്. തള്ള ചാകുമ്പോ പിന്നെ കുഞ്ഞിനെ നീ നോക്കാൻ ജോലിയൊന്നും കളയൂലല്ല. ഇങ്ങനൊരു മനുഷ്യനായി പോയല്ല. അത് ശരി, നിന്റെ കാര്യത്തിനൊക്കെ നല്ല തിരക്കാണ്. ഞാനൊരു ടച്ച് ഫോൺ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ മേടിച്ചെന്നാ? എനിക്ക് മേടിച്ചെന്നാ? ഇവിടെ ഇരിക്കണം. നിങ്ങൾക്ക് എന്തിനാണ് ടച്ച് ഫോൺ? എന്തിനാണ് ടച്ച് ഫോൺ എന്നാ? നീ അങ്ങാട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് ബോറടിച്ച് ജാഗയാണ്. എത്ര കാലം ഒന്നോർത്ത് പ്ലെയിൻ ഉണ്ടാക്കി കളിക്കും മനുഷ്യൻ. ഞാനൊരു ചെറുപ്പക്കാരനല്ലേ? എടി മണ്ടു, എനിക്ക് വെയിൽ കൊണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കുന്നു. ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഉരുളും കിടന്ന്. വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേക്ക് ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മേടിച്ചു വെക്കാടി. ഞാൻ അച്ഛനോട് ചോദിക്കാം, നീ ഒന്ന് പോ. ഞാൻ പോവാണ്. വൈകുന്നേരം വരുമ്പോ അറിയൂന്ന്. അതെ, ഇതാ പ്ലെയിൻ ഒന്ന് എടുത്ത് തന്നിട്ട് പോയത്.
ഹലോ, അതെ കൃഷി ഓഫീസാണ്. എടോ, തന്നോട് ഞാൻ തേങ്ങാ പിണ്ണാക്കെന്നാ പറഞ്ഞത് അതോ വേപ്പും പിണ്ണാക്കെന്നാ പറഞ്ഞത്? നിക്കേ, ഞാൻ പറഞ്ഞത് താൻ കേക്ക്. ഞാനാണോ കൃഷി ഓഫീസർ അതോ താനാണോ? ഞാൻ ചോദിക്കുന്നിടത്ത് സമാധാനം പറ. ഇവിടെ കൃഷി ഓഫീസർ ഞാനാണോ അതോ താനാണോ? എന്താണോ താൻ എന്നെ കണ്ടിട്ടില്ലേ? അല്ല സാറേ, സാറല്ലേ കൃഷി ഓഫീസർ, അതിന് സംശയമില്ലേ? സാറിന് സംശയം ഉണ്ടാ? എനിക്കിവിടെ വേറെ ജോലിയൊന്നുമില്ലടോ. ജോലി ഉണ്ടോ ഇല്ലയോ? ഉണ്ട് സാറേ. എന്നാ പിന്നെ ചെയ്യേ. എന്താണ്? ഈ ആധാരം ഒന്ന് പോക്കുവരവ് ചെയ്തായിരുന്നു സാറേ. പോക്കുവരവ് ചെയ്യുന്നത് ഇവിടെയല്ല, അത് വില്ലേജിലാണ്. വില്ലേജ് ഈ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. നിങ്ങൾ പോക്കുവരവിന് വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലൂ. ഇത് കൃഷി ഓഫീസാണ്. അല്ല സാറേ, അപ്പൊ ഇവിടെയാണ് ഈ തെങ്ങിൻ തൈയൊക്കെ കൊടുക്കണേ അല്ലേ? ഇവിടെ തെങ്ങിൻ തയ്യാ കൊടുക്കും. എന്നാ ഇതൊന്ന് വെട്ടി മാറ്റിയിട്ട് തെങ്ങിൻ തൈ ഒന്ന് എഴുതിയാ പോരെ? ഈ പോക്കുവരവ് വെട്ടി മാറ്റിയിട്ട് തെങ്ങിൻ തൈ എഴുതിയാൽ മതി. നിങ്ങൾക്ക് പോക്കുവരവാണോ വേണ്ടത്, തെങ്ങിൻ തൈയാണോ വേണ്ടത്? രണ്ടും വേണം. രണ്ടും വേണം. തെങ്ങിൻ തൈ വേണമെങ്കിൽ ആദ്യം ഇവിടെ അപേക്ഷ തരണം. ഈ അപേക്ഷയുടെ കൂടെ നിങ്ങൾ കരമടച്ചതിന്റെ റെസിപ്റ്റ് വെക്കണം. കരമടച്ച റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ പോക്കുവരവ് ചെയ്യണം. അപ്പൊ ഇപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്താ പറഞ്ഞ? ഇപ്പൊ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന്? പോക്കുവരവ്. ഇതൊന്ന് എടുത്തോണ്ട് പോവോ നിങ്ങള്? ഇത് എടുത്തോണ്ട് പോവാൻ. എന്റെ ദൈവമേ, ഞാനിപ്പോ പ്രാന്ത് പിടിച്ച് ചാവും. സാറിന്റെ പേരെന്താ? എന്റെ പേര് സത്യശീലൻ. എന്താണോ? ഒന്നുമില്ല. ഇയാളോട് ഞാൻ ശമ്പള ബില്ല് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തായി? പറഞ്ഞിനി. അത് എഴുതിയോ? എഴുതിനി സാറേ. എഴുതിയാ പിന്നെ അത് അവിടെ വെച്ചിട്ട് എന്താ കാര്യം? എന്റെ അടുത്ത് കൊണ്ടുവരണ്ടേ? അത് ഒപ്പിടണ്ടേ? ഇതൊക്കെ എടുത്തിട്ട് പോണോ? ഇതിലെവിടെയോ ബില്ല്? ഇതല്ല സാറേ, മാറിപ്പോയത്. ഒപ്പിടില്ല സാർ, ഒപ്പിടില്ല. മണ്ടുവിന്റെ എഴുതാൻ പറ്റില്ല. എന്തോന്ന്? മണ്ടുവിന്റെ എഴുതാൻ പറ്റില്ല. എന്നാ മണ്ടൂര് എഴുതാൻ പറ്റില്ല? മണ്ടുവിന്റെ ഒരു കാർഡിന്റെ പ്രശ്നമുണ്ട്. മണ്ടൂര് എന്താ കാർഡ്? ഇയാൾക്ക് കാർഡില്ലേ? അല്ല, മറ്റേ സാറ് റേഷൻ കാർഡിന്റെ കളറിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. കളറ് എന്ത് കളറേന്ന്? പച്ച കളറ്. പച്ച കളറോ? പച്ച കളറിലുള്ള റേഷൻ കാർഡ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് സാർ. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മഞ്ഞ കാർഡ് സാറേ, മഞ്ഞ കളർ. മഞ്ഞ കളറ്? മഞ്ഞ കളറിന്റെ പൈസ കൂടി ഒന്ന് പറഞ്ഞു സാറേ. മഞ്ഞക്കാട് വെള്ളയാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ മഞ്ഞക്കാർഡായിരുന്നു, അത് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയോ ഇല്ലയോ? കിട്ടും. കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയോ? കിട്ടും. കിട്ടിയോ ഇല്ലയോ? കിട്ടിയോ ഇല്ലയോ? അപ്പൊ അത് കിട്ടിയിട്ട് എഴുതിയാ മതി കേട്ടാ. സാറേ, ഇതാവുമ്പോഴേക്ക് കിട്ടും സാറേ. സർക്കാരിന് ചോദ്യം വരുമ്പോ മറുപടി പറയണത് ഞാനാണ്, നിങ്ങൾ രണ്ടുപേരും അല്ല. എനിക്ക് ശമ്പളം വേണം. മണ്ടണ്ട അവക പരിപാടിയില്ല സാറേ. സാറേ, എന്റെ ശമ്പളം എഴുതണ്ട. ആന്തേ ഒന്നുമില്ല, എഴുതണ്ട തന്നെ. സാറിന് കാർഡിന്റെ പ്രശ്നം. എന്നെ ചോദ്യം ചെയ്യാൻ പറഞ്ഞോ? അല്ല, മഞ്ഞ കാർഡ് വെച്ച് എന്നെ ചോദ്യം ചെയ്യാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ? സാറ് വെള്ളക്കാടാക്കാൻ കൊടുത്തോ? സാറിന് വെള്ളക്കാട് ഇല്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനൊരു ഗസറ്റർ ഓഫീസറാണ്. ഗസറ്റർ ഓഫീസർ ശമ്പളം വാങ്ങുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാമോ? കൈകൊണ്ട് പണിക്കും സാർ. കൈകൊണ്ട്? അതെ, നിങ്ങളൊന്നും ശമ്പളം വാങ്ങിക്കുന്നത് പോലെയല്ല ഒരു ഗസറ്റർ ഓഫീസർ ശമ്പളം വാങ്ങിക്കുന്നത് കേട്ടോ. വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഇവിടെ കൃഷി ഓഫീസർ ആരാണ്? ഞാനാണോ നിങ്ങളാണോ? സാറന്നെ സാറേ. അത് അറിഞ്ഞാൽ സംശയമുണ്ടോ? ഇല്ല ഉണ്ടോ? ഇല്ല സാറേ. സാറേ, ചെറിയ സംശയമുണ്ട് സാറേ.
സാറിന് അപ്പൊ ഈ മാസം ശമ്പളം വേണ്ടേ? എന്റെ ശമ്പളത്തിന്റെ കാര്യം താൻ നോക്കണ്ട കേട്ടോ. ആ. എടുത്തിട്ട് പോണോ. ഈ മണ്ടോതിരി എന്ന് പറയുന്നത് മരുമോളാ. കൃഷി ഓഫീസിലാണ് ജോലി. അതെ, ഇവര് ഈ കാർഡ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് സാറേ. അത് ശരി. അപ്പൊ ഈ മഞ്ഞ കാർഡ് തന്നെ നിൽക്കണം, അത് വെള്ള കാർഡ് ആക്കരുത് എന്ന് പറയാനാണ് ഇപ്പൊ നിങ്ങൾ വന്നത് അല്ലേ? അല്ല, ആ. വേറെ എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഈ പുറത്ത് വിലക്കുന്ന അരി മേടിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥിതി ഞങ്ങൾക്കില്ല. സാറേ, അവൾക്ക് ശമ്പളവും കിട്ടണം, ഞങ്ങൾക്ക് സൗജന്യ അരിയും കിട്ടണം. അങ്ങനെ വല്ല മാർഗം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മരുമോളോട് ഓ, ഈ ജോലി അങ്ങ് രാജിവെക്കാൻ പറയണം. അപ്പോൾ എന്നിട്ട് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ജോലിക്ക് പോകണം. അവിടുന്ന് ശമ്പളം കിട്ടും, ഇവർക്ക് അരിയും മേടിക്കാം. സർക്കാർ ജോലി ആരെങ്കിലും കളഞ്ഞിട്ട് പ്രൈവറ്റ് ജോലിക്ക് പോകണം. പിന്നെ കശത്തിരിക്കുന്നത് പോവുകയും ചെയ്തത് ഉത്തരത്തിരിക്കുന്നത് എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇയാൾ അവിടെ പോയിട്ട് അത് നോക്കിയേ. ഏതെങ്കിലും ഒന്ന് കളഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും കേട്ടോ. അതെ, ഒരു വഴിയുള്ളൂ. ഓ, തൽക്കാലം മരുവളോടും മകനെയും കൂട്ടിയിട്ട് ഓ. ഒരു വാടക വീട്ടിലേക്ക് താമസിക്കാൻ പറയാം. എന്നിട്ട് ഈ റേഷൻ കാർഡിൽ നിന്ന് അവരുടെ പേരങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞ കാർഡും ആവും, അവർക്ക് വെള്ള കാർഡും ഉണ്ടാക്കാം. അതൊക്കെ ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കിയതാ. ആ. പക്ഷെ അവള് ഈ ഒരു ശമ്പളം കൊണ്ട് വാടകയും കൊടുത്ത് ജീവിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയണത്. അവള് പോവില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഒരു 10-30,000 റുപ്യ വരുമാനം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് റേഷൻ അരി മേടിച്ച് തിന്നേണ്ട ആവശ്യമില്ലല്ലോ. വേറെ പുറത്തുനിന്ന് നല്ല വിലയുള്ള അരി മേടിച്ച് തിന്നാം. പിന്നെ എങ്ങനെ അവർക്ക് ഈ മഞ്ഞക്കാർഡൊക്കെ കൊടുക്കുക? സാറേ, എന്റെ കയ്യിൽ കാശ് വേണം ഞങ്ങളുടെ വീട്ടിൽ അരി മേടിക്കണമെങ്കിൽ. സാറിന് അതിന്റെ കാര്യങ്ങൾ അറിയാനിട്ടാ. അല്ല, ഇത് എന്താ പറയുക, ഇത് സർക്കാരിന്റെ നിയമമാണ്. പലരും അർഹത ഉള്ളവര് അരി കിട്ടുന്നില്ല, അർഹത ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു നിയമം വന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഇനി ഈ BPL കാർഡ് കിട്ടില്ല. അവർക്കൊക്കെ വെള്ള കാർഡ് തന്നെ വേണം. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഒന്നാമത് നിങ്ങൾ ചെയ്തത് ശരിയല്ലല്ലോ. ഈ റേഷൻ കാർഡ് പുതുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ അപേക്ഷയിലെ മരുമകള് സർക്കാർ ജോലിക്കാരിയാണെന്ന് എഴുതാഞ്ഞ്? അങ്ങനെ എഴുതിയെങ്കിൽ ഈ മഞ്ഞ കാർഡ് കിട്ടില്ല, നിങ്ങൾക്കിപ്പോ വെള്ള കാർഡായിരിക്കും. സാറേ, അതിന് ഈ അപേക്ഷ എടുക്കുന്ന സമയത്ത് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു വഴിയില്ല. അപ്പൊ നീ ഇങ്ങനെ കണ്ണ് നിറയ്ക്കാണ്ട് പട്ടിണി അടക്കാനുള്ള ധൈര്യം ഉണ്ടാക്കാൻ നോക്കും. ഞാൻ എവിടെ ഇരുന്നൊരു കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അതൊരു മാർഗമുള്ളൂ. എന്താ ഓരോ നിയമങ്ങൾ ആലോചിക്കുകയാണ്. എത്ര അപേക്ഷകളെ വന്ന് കിടക്കണം. നീ അതൊക്കെ എടുത്തിട്ടൊന്ന് റെഡിയാക്കാൻ നോക്കും മന്മത. പലരുടെയും ശമ്പളം മുടങ്ങി കിടക്കുകയാണ്. വേഗം കാർഡ് പഠിപ്പിക്കാനുള്ള വഴി നോക്ക്. കയറി ഇറങ്ങട്ടെ സാറേ, എല്ലാം കുറെ കയറി ഇറങ്ങട്ടെ. എനിക്കെന്തായാലും ടെൻഷൻ ഇല്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്നേ പേര് വിട്ടു, റേഷൻ കാർഡിലും ഇല്ല പേര്. 7% മാത്രം. 200 നോട്ട് ഇറങ്ങിയോ? ഇതൊക്കെ എന്താ ഇങ്ങനത്തെ ഒരു കളറില്? 500, 200, 2000 ഒക്കെ പഴയ KSRTCന്റെ ടിക്കറ്റ് ഓർമ്മ വരുന്നു. വെള്ളം നഞ്ഞ കളറൊന്നും പോകൂലേക്കും. ഓരോ പരിഷ്കാരങ്ങളാണ്. എന്താ ഒന്നും പറയണ്ട. തിരക്കന്നെ. എന്താ കൃഷി വകുപ്പിലെ നിങ്ങളെ പുതിയ വിശേഷങ്ങള്? അതൊക്കെ എന്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നു. എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്? അത് എനിക്കൊരു കുറച്ച് പൈസ വേണം. ഒരു 25,000 രൂപ കിട്ടിയാൽ കൊള്ളാം. അത് ശമ്പളം കിട്ടിയില്ല ഇപ്രാവശ്യം ശമ്പളം കിട്ടിയില്ലെന്നേ. അതെ, ഈ ഏജസ് ഓഫീസിന്ന് പേ സ്ലിപ്പ് വന്നിട്ടില്ല. അപ്പൊ ടൈറ്റായി. അപ്പൊ ടൈറ്റായി. അപ്പൊ വേറെ ആരോടെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നാണക്കേട്. അപ്പൊ നേരെ ശമ്പളം എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അതെ അതെ, കായ് നമ്മള് വരൂ. അത് മതി. 8 മാസത്തെ അവധിക്ക് മതി. അല്ല, ഈ കാർഡ് നമ്മളെ റേഷൻ കാർഡ് ഇത് BPL അല്ലേ? നമ്മള് BPL ആണല്ലോ. അതെങ്ങനെ നിങ്ങൾ BPL ആവും? നമ്മളെ വരുമാനം ഞമ്മക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളേ. എന്നുവെച്ചാല് ഇപ്പോ ഞമ്മക്ക് ഭൂമിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഭൂമി നമ്മളെ പേരിലല്ല. അത് ശരി. കൊറേ കാർ ഇവിടെ മുറ്റത്ത് കാണല്ലേ? ഇതൊന്നും നമ്മളെ പേരിലല്ലോ, ഒക്കെ ടാക്സി ആയിട്ട് ഓടുന്നുണ്ട്. അത് ശരി. അപ്പൊ ഞമ്മള് ഇതിന്റെ താഴല്ലേ, BPL അല്ലേ? അല്ല, ഈ കാർഡിൽ ഇപ്പൊ ഞമ്മക്ക് എന്തൊക്കെയാ കിട്ടുക? ഈ കാർഡില് 4 കിലോ അരി കിട്ടും, പിന്നെ 1 കിലോ ഗോതമ്പ് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടൂ. പിന്നെ ഇനി ഇതിനൊക്കെ താഴെ വേറൊരു കാർഡുണ്ട്, മഞ്ഞക്കാർഡോ? അതിനാണ് ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടുക. അതിലെന്തൊക്കെ ഉണ്ടാവും? അതിൽ 28 കിലോ അരിയും കിട്ടും, പിന്നെ 7 കിലോ ഗോതമ്പും ഫ്രീ കിട്ടും. ശരിക്കൂ? പിന്നെ പടച്ച റബ്ബേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോപ്പ് മാറ്റിയിട്ട് മഞ്ഞാക്കാൻ പറ്റുമോ? പിന്നെന്താ,
ഉറപ്പായിട്ട് പറ്റുമല്ലോ. അല്ല 28 കിലോ അരി കിട്ടുന്നുണ്ടോ? പുളിക്കോ? അതല്ല, നിങ്ങളെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. പാവപ്പെട്ട ആളുകൾക്ക്, ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വേണം കിട്ടാൻ. എന്താ വെച്ചാല് നിങ്ങളുടെ പേരിൽ ഒരു തുണ്ട് ഭൂമിയില്ല, ഉണ്ടോ? ഇല്ല. കാറ്, വീട്, ഇതൊന്നും നിങ്ങളുടെ പേരിലില്ല. പിന്നെന്താ? പിന്നെ നിങ്ങൾ ദരിദ്രനല്ലേ? അപ്പൊ എന്തായാലും ഇത് മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മഞ്ഞക്കാരന് കിട്ടും. അപ്പൊ നമ്മൾ എന്തായാലും ചോപ്പന്മാരായിട്ട് മഞ്ഞാക്കും. ഏതായാലും വന്ന നന്നായി, നല്ല ഇൻഫർമേഷൻ അങ്ങനെ തന്നെ. വെള്ളിയാഴ്ച ആണല്ലോ, ഞാൻ പോയി കൈ എടുത്തിട്ട് വരാം. ഓ, BPL കാർഡ് മാറ്റിയിട്ട് മഞ്ഞക്കാടാക്കാൻ പോണം. ഇതുപോലൊക്കെ ഉള്ള ജന്തുക്കളെ വെടിവെച്ച് കൊല്ലുക വേണ്ടത്.